ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി പറയാനാണ് ഞാൻ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരും BJPയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. ഏറ്റവും ഒടുവിലായിട്ട് അവർ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുകയും അക്കൗണ്ടുകളിലെ പണം സീസ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു നോട്ടീസ് വീണ്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് അയച്ചിരിക്കുന്നുണ്ട്. അതനുസരിച്ച് 1769 കോടി രൂപ ഞങ്ങൾ അടക്കണമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. 1769 കോടി രൂപ അടക്കേണ്ട നോട്ടീസ് ഇന്നലെ അവർ സർവ് ചെയ്തിരിക്കുക കോൺഗ്രസ് പാർട്ടിക്ക്. ഇതെന്താ വെച്ചാൽ 2017-18 96 കോടി, 2018-19 102 കോടി, 2019-20 557 കോടി, 2020-21 320 കോടി. ഇതിൻ്റെ പലിശ അതെല്ലാം കൂടി 1076 കോടി രൂപയാണ്. ഇതിൻ്റെ പലിശ 692 കോടി. ഇതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ കാരണം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധാരണ ഇൻകം ടാക്സ് എക്സംഷനാണ്. ആ ഇൻകം ടാക്സ് റിട്ടേൺസ് വൈകിയതിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് ഈ പെനാൽറ്റി. ഇപ്പോൾ ഏറ്റവും തന്നിരിക്കുന്ന നോട്ടീസ് ഞങ്ങൾ 1800 കോടി രൂപ അടക്കണമെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയെടുത്തോളം BJPയും അവരുടെ അക്കൗണ്ട് സമർപ്പിച്ചിട്ടില്ല യഥാസമയം. കഴിഞ്ഞ 2 കൊല്ലത്തെ വ്യക്തമായിട്ടും എൻ്റെ കൃത്യമായ കണക്കിൽ AICC ആസ്ഥാനത്ത് ഞങ്ങൾ ട്രഷറർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അവർ കണക്ക് സമർപ്പിച്ചിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് 2019-ലെത്തിയും 1996-ലെത്തിയും കാര്യം പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് മുഴുവൻ മരവിപ്പിച്ചു. ഇപ്പം ഞങ്ങളോട് ഇത്രയും ഫണ്ട് അടക്കാൻ പറഞ്ഞിരിക്കുക. ഇത് ജനാധിപത്യം കശാപ്പ് ചെയ്യാനും കൊല ചെയ്യാനും വേണ്ടി, എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ജനങ്ങളോട് പറയാനാണ് ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യ ജനാധിപത്യത്തിന് പേരുകേട്ട രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയോട് ചെയ്യുന്ന ഇതാണ് സംഭവമാണ്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യവ്യാപകമായിട്ട് നാളെയും മറ്റന്നാളും ഇതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിക്കും. കാരണം കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തിക തകർച്ചയിലേക്ക് കൊണ്ടുപോവുക, ഇല്ലാത്ത, ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോ അവരുടെ പാർട്ടിക്ക് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും കുഴപ്പം.